ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ലോകത്തിലെ ഏറ്റവും വലുതെന്ന ഔദ്യോഗികമായി അംഗീകരിച്ച സ്പെയിനിലെ തിരുപ്പിറവി ദൃശ്യം വീണ്ടും പ്രദർശനത്തിന് ഒരുങ്ങി. ഏകദേശം 60 അടി ഉയരമുള്ള തിരുപ്പിറവി ദൃശ്യത്തിൽ 59 അടി ഉയരമുള്ള വിശുദ്ധ യൗസേപ്പിതാവിന്റെ രൂപമാണ് മുൻ റെക്കോർഡ് തകർത്തത്. ക്രിസ്മസ് കാലത്ത് തിരുപ്പിറവി ദൃശ്യങ്ങൾ സ്ഥാപിക്കുന്ന പാരമ്പര്യത്തിന് തുടക്കമിട്ടത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണെന്ന് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തിരുപ്പിറവി ദൃശ്യം എന്ന നിലയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച തിരുപ്പിറവി ദൃശ്യം സ്പെയിനിൽ വീണ്ടും പ്രദർശനത്തിന്. ഏകദേശം 60 അടി ഉയരമുള്ള തിരുപ്പിറവി ദൃശ്യമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടുതലും വലുതുമായ നേറ്റിവിറ്റി രംഗം എന്ന നിലയിൽ 2 ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ നേടിയത്. സ്പെയിനിലെ തുറമുഖ നഗരമായ അലിക്കാന്റയിൽ ഡിസംബർ 7 ഇക്കൊല്ലവും പ്രദർശനം ആരംഭിച്ചു. വൈകിട്ട് 6 മണിയോടെ റാംബ്ല എക്സ്പ്ലാനഡ ഇന്റർസെക്ഷനിൽ സംഗീത പരിപാടിക്ക് ശേഷമാണ് തിരുപ്പിറവി ദൃശ്യത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത്. വർഷങ്ങളായി അലിക്കാന്റയിലെ ടൗൺ ഹാൾ സ്ക്വയറിൽ പ്രദർശിപ്പിക്കാറുണ്ടായിരുന്ന ഈ പടുകൂറ്റൻ തിരുപ്പിറവി ദൃശ്യം ടൗൺ ഹാളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ എസ്പാസിയോ സെനക്കായിലാണ് പ്രദർശിപ്പിക്കുന്നത്. ഏതാണ്ട് 5 നില കെട്ടിടത്തിന്റെ ഉയരം വരുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. 2019 മുതൽ ഈ തിരുപ്പിറവി ദൃശ്യം ഏറ്റവും ഉയരം കൂടിയ തിരുപ്പിറവി ദൃശ്യം എന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെയും ഉണ്ണീശോയുടെയും രൂപങ്ങൾക്കൊപ്പം 59 അടി ഉയരമുള്ള യൗസേപ്പിതാവിന്റെ രൂപവുമാണ് തിരുപ്പിറവി ദൃശ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 16 അടിയിലധികം ഉയരമുള്ള മുൻ റെക്കോർഡാണ് 59 അടി ഉയരമുള്ള യൗസേപ്പിതാവിന്റെ രൂപം തകർത്തത്. കഴിഞ്ഞ വർഷം 3 രാജാക്കന്മാരെ കൂടി കൂട്ടിച്ചേർത്തതോടെ ഇതിനെ ലോകത്തിലെ ഏറ്റവും വലിയ തിരുപ്പിറവി ദൃശ്യത്തിലെ രൂപങ്ങൾ എന്ന നിലയിലും ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് അംഗീകരിച്ചിരുന്നു. പ്രാദേശിക കലാകാരനായ ജോസ് മരിയ ഗാഷിയാണ് തിരുപ്പിറവി ദൃശ്യത്തിന്റെ നിർമ്മാതാവ്. ക്രിസ്മസ് സമയത്ത് തിരുപ്പിറവി ദൃശ്യങ്ങൾ സ്ഥാപിക്കുന്ന പാരമ്പര്യം ആരംഭിച്ചത് സെന്റ് ഫ്രാൻസിസ് അസീസിയാണെന്ന് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു. 1223 ക്രിസ്മസ് രാവിൽ ഇറ്റാലിയൻ പട്ടണമായിരുന്ന ഗ്രസിയോയിൽ ബെത്ലഹേമിന്റെ കവാടം പുനഃസൃഷ്ടിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആയിരുന്നു. ഉണ്ണിയേശു, പരിശുദ്ധ കന്യകാമറിയം, യൗസേപ്പിതാവ്, മാലാഖമാർ, രാജാക്കന്മാർ, ഇടയന്മാർ എന്നിവരെ പ്രതിനിധീകരിക്കുന്ന ഗ്രാമീണരുടെയും ജീവനുള്ള മൃഗങ്ങളുടെയും ഒരു ദൃശ്യവൽക്കരണം അദ്ദേഹം സജ്ജീകരിച്ചു. ഇതിനുശേഷമാണ് ഈ തിരുപ്പിറവി ദൃശ്യങ്ങൾ ലോകമെമ്പാടും പ്രചരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.